ബാഡ്മിന്റൺ വനിതാ സിംഗിൾസ് സെമി ഫൈനൽ മത്സരങ്ങളാണ് പുരോഗമിക്കുന്നത്. ഇന്ത്യയുടെ PV സിന്ധുവും ജപ്പാന്റെ നൊസോമി ഒകുഹാരയും തമ്മിലുള്ള മത്സരമാണ് നടക്കുന്നത്. ഇന്ന് ജയിക്കുകയാണെങ്കിൽ ഇന്ത്യക്ക് ഒരു മെഡൽ കൂടി ഉറപ്പിക്കാനാകും. മറ്റു വാർത്തകളിലേക്ക് കൂടി പോകുന്നു. ഉമ്മൻചാണ്ടിയെ വീണ്ടും വിസ്തരിക്കണമെന്ന് സോളാർ കമ്മീഷൻ. ഓൾ ഇന്ത്യ ലോയേഴ്സ് യൂണിയൻ നൽകിയ ഹർജിയിലാണ് കമ്മീഷന്റെ ഉത്തരവ്. ഉമ്മൻചാണ്ടി നേരത്തെ നൽകിയ മൊഴിയിൽ വൈരുദ്ധ്യമുണ്ടെന്ന് കമ്മീഷൻ. കെ ബാബു, PP തങ്കച്ചൻ, PC ജോർജ് തുടങ്ങിയവരെയും വിസ്തരിക്കും. ഇക്കഴിഞ്ഞ ജനുവരി 25-നാണ് ഉമ്മൻചാണ്ടിയെ കമ്മീഷൻ വിസ്തരിച്ചത്. അന്നത്തെ മൊഴിയിൽ വൈരുദ്ധ്യമുണ്ടെന്നും ഉമ്മൻചാണ്ടിയെ വീണ്ടും വിസ്തരിക്കണമെന്നും ആവശ്യപ്പെട്ട് ഓൾ ഇന്ത്യ ലോയേഴ്സ് യൂണിയൻ സോളാർ കമ്മീഷനിൽ ഹർജി സമർപ്പിച്ചിരുന്നു. ഫെനി ബാലകൃഷ്ണനെ താൻ അറിയില്ലെന്നും ഫോണിൽ സംസാരിച്ചിട്ടില്ലെന്നും ഉമ്മൻചാണ്ടി പറഞ്ഞത് കളവാണെന്ന് നേരത്തെ വ്യക്തമായിരുന്നു. കൂടാതെ ഉമ്മൻചാണ്ടിക്ക് കോടികൾ കോഴ നൽകിയെന്നതടക്കം സരിതാ നായർ നിർണായക വെളിപ്പെടുത്തൽ നടത്തിയിരുന്നു. ഇക്കാര്യത്തിൽ ഉമ്മൻചാണ്ടിയുടെ നിലപാടറിയുന്നതിനാണ് കമ്മീഷൻ വീണ്ടും വിസ്തരിക്കുന്നത്. ലോയേഴ്സ് യൂണിയൻ സെക്രട്ടറി അഡ്വക്കേറ്റ് B. രാജേന്ദ്രൻ 3 കാര്യങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ട്. ഒന്ന്, ഫെന്നി ബാലകൃഷ്ണനും മുഖ്യമന്ത്രി ആയിരുന്ന ശ്രീ ഉമ്മൻചാണ്ടിയുമായുള്ള ഫോൺ സംഭാഷണം, പ്രധാന പ്രതിയായ സരിതാ നായർ കമ്മീഷൻ മുമ്പാകെ ശ്രീ ഉമ്മൻചാണ്ടിയെ ബന്ധപ്പെടുത്തി നടത്തിയ വെളിപ്പെടുത്തലുകൾ അടക്കം എടുത്തു പറഞ്ഞുകൊണ്ടാണ് കമ്മീഷൻ ഈ ഉത്തരവിറക്കിയിരിക്കുന്നത്. ഉമ്മൻചാണ്ടിയെ കൂടാതെ UDF കൺവീനർ PP തങ്കച്ചൻ, മുൻ മന്ത്രി കെ ബാബു, PC ജോർജ്, സരിത, ജിക്കുമോൻ, ഉമ്മൻചാണ്ടിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി വാസുദേവ ശർമ്മ തുടങ്ങി 48 സാക്ഷികളെ കമ്മീഷൻ വീണ്ടും വിസ്തരിക്കും. വിസ്താര തീയതി കമ്മീഷൻ പിന്നീട് പ്രഖ്യാപിക്കും. ന്യൂസ് ബ്യൂറോ, കൊച്ചി. ഗ്രൂപ്പ് നീക്കങ്ങൾ തള്ളി KPCC പുനഃസംഘടനയുമായി മുന്നോട്ടു പോകാൻ ഹൈക്കമാൻഡ് തീരുമാനിച്ചു. നേരത്തെ നിശ്ചയിച്ച പ്രകാരം സംഘടനാ തെരഞ്ഞെടുപ്പിന് മുൻപായി പുനഃസംഘടന നടത്തുമെന്ന് VM സുധീരൻ വ്യക്തമാക്കി. കോൺഗ്രസ് ഉപാധ്യക്ഷൻ രാഹുൽ ഗാന്ധിയുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് സുധീരൻ ഇക്കാര്യം അറിയിച്ചത്. അതേസമയം ഉന്നതാധികാര സമിതി രൂപീകരിക്കുന്ന കാര്യത്തിൽ ഇപ്പോഴും അനിശ്ചിതത്വം തുടരുകയാണ്. സംഘടനാ തെരഞ്ഞെടുപ്പിന് മുമ്പ് പുനഃസംഘടന നടത്താനുള്ള മുൻ തീരുമാനവുമായി മുന്നോട്ടു പോകാനാണ് ഹൈക്കമാൻഡ് തീരുമാനിച്ചത്. AA ഗ്രൂപ്പുകളുടെ കടുത്ത എതിർപ്പുകൾ അവഗണിച്ചാണ് തീരുമാനം. കോൺഗ്രസ് ഉപാധ്യക്ഷൻ രാഹുൽ ഗാന്ധിയുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം VM സുധീരൻ തന്നെ ഇക്കാര്യം വ്യക്തമാക്കി. എൻ്റെ ഒരു അണ്ടർസ്റ്റാൻഡിംഗ് അനുസരിച്ച് ഞാൻ പ്രതീക്ഷിക്കുന്നത് അന്ന് എല്ലാവരുമായി ചർച്ച ചെയ്ത് ഏകകണ്ഠമായി എടുത്തിട്ടുള്ള ആ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോകുമെന്ന പ്രതീക്ഷയാണ്. സംഘടനാ തെരഞ്ഞെടുപ്പിന് മുൻപായി പുനഃസംഘടന നടത്താനുള്ള ഹൈക്കമാൻഡ് തീരുമാനം പുനഃപരിശോധിക്കണമെന്ന് AA ഗ്രൂപ്പുകൾ ആവശ്യപ്പെട്ടിരുന്നു. ഹൈക്കമാൻഡ് തീരുമാനത്തിലെ അതൃപ്തി വ്യക്തമാക്കി AICC നേതാക്കളുമായി ഈ ചൊവ്വാഴ്ച ഉമ്മൻചാണ്ടിയും ചെന്നിത്തലയും ചർച്ച നടത്താനിരിക്കുകയായിരുന്നു. ഇതിനിടയിലാണ് സുധീരൻ ഇന്നലെ അടിയന്തരമായി ദില്ലിയിലെത്തിയത്. AICC ജനറൽ സെക്രട്ടറി മുകുൾ വാസനിക്, KK ആന്റണി എന്നിവരുടെ മുമ്പിലും സുധീരൻ പുനഃസംഘടനയെന്ന ആവശ്യം ശക്തമാക്കി. പുനഃസംഘടനയ്ക്കുള്ള ഉന്നതാധികാര സമിതി വേഗത്തിൽ രൂപീകരിക്കണമെന്നും ആവശ്യപ്പെട്ടു. എന്നാൽ ഇക്കാര്യത്തിൽ അന്തിമധാരണയിലെത്തിയില്ല. സമിതി രൂപീകരണത്തിന് AA ഗ്രൂപ്പുകളുടെ എതിർപ്പ് പരിഹരിച്ച് മുന്നോട്ടു പോകാനാണ് ഹൈക്കമാൻഡ് നൽകിയിരിക്കുന്ന നിർദ്ദേശം. KSUവിൽ പുനഃസംഘടന നടത്താതെ സംഘടനാ തെരഞ്ഞെടുപ്പിലേക്ക് പോയത് പ്രശ്നങ്ങൾ സൃഷ്ടിച്ചെന്നും ഇതേ പ്രശ്നം പുനഃസംഘടന നടത്തിയില്ലെങ്കിൽ KPCCയിൽ ആവർത്തിക്കുമെന്നും സുധീരൻ രാഹുൽ ഗാന്ധി അറിയിച്ചു. VM സുധീരനെ മാറ്റാതെ തന്നെ പുനഃസംഘടന നടത്താനാണ് ഹൈക്കമാൻഡ് തീരുമാനം. സുധീറിന് പിന്നാലെ ഉമ്മൻചാണ്ടി, രമേശ് ചെന്നിത്തല എന്നിവരും അടുത്തയാഴ്ച ദില്ലിയിലേക്ക് എത്തുകയാണ്. ഇവരുമായുള്ള ചർച്ചകൾക്ക് കൂടി ശേഷമാകും ഉന്നതാധികാര സമിതി കാര്യത്തിൽ ഹൈക്കമാൻഡ് അന്തിമ തീരുമാനം കൈക്കൊള്ളുക. മനുശങ്കർ, ന്യൂസ് ബ്യൂറോ, ദില്ലി. മദ്യനയം LDF ചർച്ച ചെയ്ത് തീരുമാനമെടുക്കുമെന്ന് കോടിയേരി ബാലകൃഷ്ണൻ. LDF സമചിത്തതയോടെയുള്ള തീരുമാനമെടുക്കുമെന്നും കോടിയേരി പറഞ്ഞു. തിരുവനന്തപുരത്ത് മോഷ്ടാക്കളുടെ വെട്ടേറ്റു മരിച്ച S. ദാസൻ കുടുംബസഹായ ഫണ്ട് വിതരണം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഓണത്തിന് ഓൺലൈനിലൂടെ മദ്യം വിൽക്കുമെന്ന് കൺസ്യൂമർ ഫെഡ്. മദ്യവിൽപ്പനശാലകളിൽ ഓൺലൈൻ സംവിധാനം ഒരുക്കുമെന്ന് ചെയർമാൻ M. മെഹബൂബ് പറഞ്ഞു. 59 ഇനം മദ്യം കൂടുതലായി വിൽക്കുമെന്നും ചെയർമാൻ അറിയിച്ചു. ലിക്കർ ഷാപ്പിൽ 59 ഇനം സാധനങ്ങൾ കൂടി വിതരണം നടത്താൻ വേണ്ടിയിട്ടുള്ള നടപടികൾ ഇപ്പോൾ സ്വീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ലിക്കർ ഷാപ്പിനെ സംബന്ധിച്ച് പറയുമ്പോൾ ഞങ്ങൾ ഇത്തവണ ഓണത്തിന് ലിക്കർ ഷാപ്പിൽ ഓൺലൈൻ സെയിൽ സംവിധാനം ഏർപ്പാട് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. അഴിമതി ഉദ്യോഗസ്ഥന്മാരാരെയും കൺസ്യൂമർ ഫെഡറേഷനിൽ വെച്ച് ഉറപ്പിക്കില്ല. അതിൽ ഒരു മുഖം നോക്കുന്ന ഒരു സമീപനവും അതിനകത്ത് സ്വീകരിക്കില്ല. ബാഡ്മിന്റൺ വനിതാ സിംഗിൾസ് സെമിയിൽ ഇന്ത്യയുടെ PV സിന്ധു സെമി ഫൈനലിൽ വിജയിച്ചിരിക്കുന്നു. ഒളിമ്പിക്സ് ഫൈനലിലേക്ക് മുന്നേറിയിരിക്കുന്നു. വെള്ളി ഉറപ്പിച്ച് റിയോയിൽ ഇന്ത്യക്ക് വെള്ളി ഉറപ്പിച്ച് PV സിന്ധുവിന്റെ ഫൈനലിലേക്കുള്ള മുന്നേറ്റം. ബാഡ്മിന്റൺ സിംഗിൾസ് സെമിയിൽ ജപ്പാന്റെ ലോക 3-ാം നമ്പർ താരം
നൊസോവി ഒക്കുഹനെ പരാജയപ്പെടുത്തിയാണ് പി വി സിന്ധു സെമിയിലേക്ക് മുന്നേറിയിരിക്കുന്നത്. സൈന നെഹ്വാളിൽ പ്രതീക്ഷ വച്ചിരുന്ന ഇന്ത്യക്ക് പക്ഷേ അപ്രതീക്ഷിതമായി ലഭിച്ച വെള്ളിത്തിളക്കം, വെള്ളി ഉറപ്പിച്ച്, അതായത് ഫൈനലിലേക്ക് കടന്നിരിക്കുന്നു. സിന്ധുവിന്റെ മുന്നിൽ സ്വർണ്ണ മെഡലിനുള്ള മത്സരം ബാക്കി നിൽക്കുകയാണ്. ഒരുപക്ഷെ ചരിത്രം കുറിച്ച് ആണ് പി വി സിന്ധുവിന്റെ വെള്ളി ഉറപ്പിച്ചുള്ള പി വി സിന്ധുവിന്റെ പ്രകടനം. വളരെ അനായാസമായി നേരിട്ടുള്ള 2 ഗെയിമുകൾക്ക് മത്സരം പൂർത്തീകരിച്ച ലോക 3-ാം നമ്പർ താരം ജപ്പാന്റെ നൊസോവി ഒക്കുവയെ മറികടന്നിട്ടാണ് സിന്ധുവിന്റെ ഫൈനൽ പ്രവേശം. ആദ്യ സെറ്റ് 21-18 നേടിയ സിന്ധു രണ്ടാം ഗെയിം 21-10 നേടുകയായിരുന്നു. വളരെ ആധിപത്യത്തോടെ തുടക്കം മുതൽ തന്നെ സിന്ധുവിന്റെ ആധിപത്യമായിരുന്നു മത്സരത്തിൽ കാണാൻ കഴിഞ്ഞത്. ആദ്യ ഗെയിമിൽ ആദ്യ പോയിന്റ് നേടിയത് ജപ്പാൻ താരമായിരുന്നു. എന്നാൽ പിന്നീട് അങ്ങോട്ട് സിന്ധു മുന്നേറുന്ന കാഴ്ച, ഒരു ഘട്ടത്തിൽ പോലും ലീഡ് വിട്ടുകൊടുക്കാതെ കൃത്യമായ, പ്രത്യേകിച്ചും റാലികളിൽ സിന്ധു പുലർത്തിയ ആധിപത്യം തന്നെയായിരുന്നു മത്സരത്തിന്റെ ഏറ്റവും വലിയ സവിശേഷത. പ്രത്യേകിച്ച് ലോങ് റാലികളിൽ, ഫോർഹാൻഡ് ഷോട്ടുകളുമായി ലോങ് റാലികളിൽ സിന്ധു പുലർത്തിയ ആധിപത്യം ജാപ്പനീസ് താരത്തിന് വലിയ വെല്ലുവിളിയായി മാറുകയായിരുന്നു. ചില സമയത്ത് പിഴവുകൾ വരുത്തിയെങ്കിലും ഒരു ഘട്ടത്തിലും ലീഡ് വിട്ടുകൊടുക്കാതിരുന്ന സിന്ധുവിന്റെ പ്രകടനം തന്നെയായിരുന്നു മത്സരത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഹൈലൈറ്റ്. 21-19 ആദ്യ ഗെയിം സിന്ധു നേടുന്നു. രണ്ടാം ഗെയിമിൽ തുടക്കത്തിൽ ജാപ്പനീസ് താരത്തിന്റെ ആധിപത്യമായിരുന്നു നമ്മൾ കണ്ടത്. പക്ഷേ ആ തുടക്കത്തിലെ ഒരു കുറച്ചു സമയത്തിനു ശേഷം പിന്നീട് വളരെ ശക്തമായി മത്സരത്തിലേക്ക് തിരിച്ചു വരുന്ന സിന്ധു രണ്ടാം ഗെയിം 21-10 വളരെ അനായാസം, വളരെ പൂർണ്ണ ആധിപത്യത്തോടെ സിന്ധു നേടുന്ന കാഴ്ച ഒരുപക്ഷെ റിയോയിൽ ഇന്ത്യക്ക് കഴിഞ്ഞ 10 ദിവസങ്ങളിലായി നിരാശയുടെ മാത്രമായിരുന്നു കേൾക്കാൻ കഴിഞ്ഞത്. എന്നാൽ റിയോയിൽ ചരിത്രം കുറിച്ചുകൊണ്ടുള്ള ഒരു നേട്ടമാണ് പി വി സിന്ധുവിലൂടെ ഇന്ത്യ കാത്തിരുന്ന നിമിഷം. ഇന്ന് രാവിലെ സാക്ഷി മാലിക് ഇന്ത്യക്ക് വേണ്ടി ആദ്യ മെഡൽ നേടിയിരുന്നു. ഇപ്പോൾ തൊട്ടുപിറകെ പി വി സിന്ധുവും മെഡൽ നേടുമ്പോൾ ഒരു ചരിത്ര മുഹൂർത്തത്തിന് അരികിൽ എത്തി നിൽക്കുന്നു ഇന്ത്യ. ഒരുപക്ഷെ സ്വർണ്ണ മെഡൽ എന്ന അപൂർവ നേട്ടമാണ് പി വി സിന്ധുവിനെ ഇനി കാത്തിരിക്കുന്നത്. ഫൈനൽ മത്സരം സിന്ധുവിന് മുന്നിൽ നിൽക്കുകയാണ്. അനായാസം സെമിയിൽ ലോക 3-ാം നമ്പർ താരമായ ജപ്പാന്റെ നൊസോവി ഒക്കുഹയെ വളരെ അനായാസം മറികടന്നൊരു പ്രകടനം. റാങ്കിങ്ങിൽ സിന്ധുവിനേക്കാൾ മുന്നിൽ നിൽക്കുന്ന താരമായിരുന്നു ഒക്കുഹ, വളരെ ശക്തമായ ഒരു താരം. പക്ഷേ അതൊന്നും പ്രകടനത്തിൽ കാണാൻ കഴിഞ്ഞില്ല. സിന്ധുവിന്റെ അനായാസമായ മത്സരം, ആ ഒരു പ്രകടനത്തിന് മുന്നിൽ അനായാസം 2 ഗെയിമുകൾ, അതായത് നേരിട്ട് 3 ഗെയിമുകളുള്ള ഒരു മത്സരത്തിൽ 2 ഗെയിമിന് നേരിട്ടുള്ള ഗെയിമുകൾക്ക് മത്സരം സ്വന്തമാക്കിക്കൊണ്ടാണ് പി വി സിന്ധു ഫൈനലിലേക്ക് മുന്നേറിയിരിക്കുന്നത്. വെള്ളി മെഡൽ പി വി സിന്ധു ഉറപ്പിച്ചിരിക്കുന്നു. റിയോയിൽ ഇന്ത്യയുടെ അടുത്ത ചരിത്ര നിമിഷം. ബാഡ്മിന്റൺ കോർട്ടിൽ നിന്ന് പ്രതീക്ഷകൾ. നേരത്തെ ക്വാർട്ടറിൽ ലോക 2-ാം നമ്പർ താരം വാങ് ഹിഹാനെ മറികടന്നിട്ടായിരുന്നു സിന്ധു സെമിയിലേക്ക് മുന്നേറിയത്. സെമിയിൽ ലോക 3-ാം നമ്പർ താരം ജപ്പാന്റെ നൊസോവി ഒക്കുഹയായിരുന്നു എതിരാളിയായി വന്നത്. പക്ഷേ ഇതൊന്നും, ഈ റാങ്കിങ്ങിലെ മുന്നേറ്റം ഒന്നും സിന്ധുവിനെ ഒട്ടും ഭയപ്പെടുത്തിയിരുന്നില്ല എന്ന് മത്സരം കാണുമ്പോൾ തന്നെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുമായിരുന്നു. അതായത് സ്വർണ്ണ മെഡലിനുള്ള അവസരം നമ്മുടെ മുന്നിൽ ബാക്കി നിൽക്കുകയാണ്. വെള്ളി ഉറപ്പിച്ചിരിക്കുന്നു. വലിയൊരു ചരിത്ര മുഹൂർത്തം റിയോയിൽ. ഇത് എനിക്ക് തോന്നുന്നു, എന്താ പറയാ, കഴിഞ്ഞ കൊല്ലം വേൾഡ് ചാമ്പ്യൻഷിപ്പില് ബ്രോൺസ് മെഡൽ നേടി സൈനയെ പോലും ഞെട്ടിച്ചുകൊണ്ട് മെഡൽ നേടിയത്, ആദ്യത്തെ വേൾഡ് ചാമ്പ്യൻഷിപ്പ് മെഡൽ നേടിയത് സിന്ധു ആണ്. അപ്പൊ ഏകദേശം സിന്ധുവിന്റെ അതേ ടാക്ടിക്സിലെ കളിക്കുക. പക്ഷെ ഇപ്പോഴത്തെ കോൺഫിഡൻസിൽ സിന്ധുവിന് ഒന്നും ലൂസ് ചെയ്യാനില്ല. അപ്പൊ നമ്മൾ ഈ വെള്ളി ഷുവർ ആക്കിയെന്നല്ല, നമ്മൾ ഗോൾഡിന് ഏറ്റവും വലിയ പോസിബിലിറ്റിയാണ് സിന്ധു എന്നുള്ളതാണ് നേരെ കാണുന്നത്. ഇന്ന് സാധാരണ വിചാരിച്ചത് കഴിഞ്ഞ 3 കൊല്ലം മുമ്പേ ഏഷ്യൻ ജൂനിയർ അണ്ടർ 19 ചാമ്പ്യൻഷിപ്പിൽ മാത്രമാണ് ഈ ഒക്കുഹാരനെ തോപ്പിച്ചത് സിന്ധു ആകെ ഈ 4 ഇയേഴ്സിൽ. അതിൽ 3 കളിയിലും ഇപ്പം കഴിഞ്ഞ 3 മാസം മുമ്പേ വരെ തോറ്റതാണ് സിന്ധു ഈ ഒക്കുഹാരോട്. അപ്പോ ഈ ഒരു ക്രൂഷ്യൽ പ്രഷർ മാച്ച്, 130 കോടി ആളെ പ്രഷർ, ഇന്ന് രാവിലത്തെ എനിക്ക് തോന്നുന്നു ആ സാക്ഷി മല്ലിക്കിന്റെ ജയം തന്നെ സിന്ധുവിനെയും ഇൻസ്പയർ ചെയ്തെന്ന് തോന്നുന്നു. രാത്രിയാവുമ്പോൾ മറ്റൊരു ജയം. ഈ ജയം ഇനിയുള്ളത് എന്ന് പറഞ്ഞാൽ ഒന്നും ലൂസ് ചെയ്യാനില്ല സിന്ധുവിന് എന്ന് പറഞ്ഞാൽ. ഇനി ഇപ്പൊ പോയാലും സിൽവറിന് കിട്ടുന്നു. അപ്പോൾ അവരുടെ ഗെയിം ടാക്ടിക്സ് തന്നെ ഇതേപോലെ തന്നെ അറ്റാക്കിംഗ് സ്റ്റൈലിലാണ് സിന്ധു ഫൈനലിൽ കളിക്കുക. പക്ഷേ മാരിൻ എന്ന് പറയുന്നത് ഒരു ഡിഫെൻസീവ് അറ്റാക്കിംഗ് പ്ലെയർ ആണ്. അപ്പോൾ എന്താ പറയുക, വേൾഡ് ചാമ്പ്യൻ, ഏറ്റവും ഇപ്പം ഫസ്റ്റ് ടൈമാണ് ഒളിമ്പിക് ഫൈനലിൽ എത്തിയത്. അപ്പം ഏറ്റവും ടഫസ്റ്റ് ഒപ്പോണന്റ് നമ്പർ 1. അപ്പം 3-2 എല്ലാം 2-3 തോപ്പിച്ചു. ഇനി ഒന്നിനെയും കൂടി തോപ്പിക്കുക എന്നുള്ളതാണ് സിന്ധുവിന്റെ മുമ്പിൽ. സിന്ധു എന്തായാലും ഗോൾഡ് കൊണ്ടുവരും എന്നാണ്. എന്താ പറയാ, സിന്ധുവിന്റെ ആ ഒരു ഗ്രാഫ് നോക്കിയാൽ സിന്ധു ആണ് അത്ലറ്റിക്കലി ഏറ്റവും ഫിറ്റ് ദാൻ സൈന ഇപ്പൊ ആസ്പത്രിയിലായി എന്നാണ് ഇപ്പോൾ റിപ്പോർട്ട് വരുന്നത്, ഇഞ്ചേർഡ് ആയിട്ട്. അപ്പൊ അത്ലറ്റിക്കലി ഫിറ്റസ്റ്റ്, എന്താ പറയാ, അവരെ അച്ഛൻ രമണ എല്ലാം വോളിബോൾ പണ്ട് ഇന്റർനാഷണൽ താരം നല്ല ഉള്ള ആ ഒരു ജീൻസും. പക്ഷേ ബിഗ് ഗെയിംസിൽ ഒന്ന് പതറുന്നതാണ് കാണുന്നത്. പക്ഷെ ഇപ്രാവശ്യം ഗോപി ചന്ദ് ഏറ്റവും നല്ല ബാക്ക് സപ്പോർട്ടോടും
വളരെ കൂളായിട്ട്. സാധാരണ സിന്ധു എപ്പോഴും ഒരു മിഡ് ഗെയിമിൽ, ഇപ്പൊ ഇന്ന് തന്നെ ആദ്യത്തെ ഗെയിമിൽ ടൈറ്റായിട്ട് പിടിച്ചപ്പം രണ്ടാം ഗെയിമിൽ 3-0, 5-4 എന്നുള്ള എല്ലാം പോയിന്റ് ആവുമ്പോൾ ജാപ്പനീസ് തിരിച്ചു വരുമ്പോൾ സിന്ധു സാധാരണ ഒന്ന് പതറേണ്ടയാണ്. പക്ഷെ ഇപ്പം സിന്ധു ചൈന അതില് മറ്റേ ചൈനീസ് ഇഹാൻ വാങ് എന്ന് പറയുന്നത് വൺ ഓഫ് ദ ടോപ്പ് പ്ലേയേഴ്സ് ആണ്. അത് ഒളിമ്പിക് വെള്ളി മെഡലും ഗോൾഡ് മെഡലും നേടി അവരാണ് ഈ ഇതിൽ തോപ്പിച്ചത്. അപ്പം സിന്ധുവിനെ ഇനി സ്റ്റോപ്പ് ചെയ്യാൻ മാറിന് വളരെ പാടാണ്. സിന്ധു ആണ് ടോപ്പ് ഫേവറേറ്റ്, മാറിൻ ഒരു സെക്കൻഡ് ഫേവറേറ്റ് മാത്രമാണ്. എന്താ പറയുക, സിന്ധുവിന്റെ മുമ്പിൽ പ്രഷറില്ല, മാറിന്റെ മുമ്പിൽ പ്രഷർ ഉണ്ട്. മാറിൻ ഇതുള്ള, പിന്നെ സിന്ധുവിന് വേൾഡ് ചാമ്പ്യൻഷിപ്പിൽ ആ ബ്രോൺസ് മെഡലിലും കിട്ടിയൊരു ഇതുമുണ്ട് ഒരു കൊല്ലം മുമ്പേ. അപ്പം സിന്ധു ഓൺ ടോപ്പ് ഫോം. ഇന്ത്യക്ക് വളരെ മികച്ച, അതും ഇന്ന് പുലർച്ചെ സാക്ഷി മാലിക്, ഇന്ന് രാത്രിയാവുമ്പോൾ ഇന്ന് ഇന്ത്യയിലെ മുഴുവൻ ആളും ആ സിന്ധുവിന്റെ മേലെ ഒരു ഹോപ്പില്, സിന്ധു വെറും ഒരു ഫേവററ്റ് അല്ലായിരുന്നു. ഇന്ന് ഒക്കെഹെറോ 3 കൊല്ലമായിട്ട് ഒക്കെഹെറോനെ തോപ്പിച്ചിട്ടില്ല എന്നുള്ളതെല്ലാം. പക്ഷെ സിന്ധു അതെല്ലാം കടപുഴകി തകർത്ത് കളിക്കുകയാണ് ചെയ്തത്. എന്താ പറയാ, ഒരു ചാൻസ് പോലും കൊടുത്തില്ല. എന്താ പറയാ, രണ്ടാം സെറ്റിൽ എന്ന് പറഞ്ഞാൽ നിയർ പെർഫെക്റ്റ് ഗെയിം. ആഫ്റ്റർ 10 പോയിന്റ്സ് കഴിഞ്ഞിട്ട് കൺസിക്യൂട്ടീവ് 11 പോയിന്റ്സ് ആണ്. കൺസിക്യൂട്ടീവ് 11 പോയിന്റ്സ് എടുക്കേണ്ട ഒരു ഗെയിം ഈ ഒരു ഒളിമ്പിക് സെമി ഫൈനലിൽ കളിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു നിയർ പെർഫെക്റ്റ് ഗെയിമാണ്. അതിന്റെ തുടർച്ചയായിട്ട് തന്നെ ഫൈനലിൽ വരും. ഈ ഇന്ത്യയിൽ ബാക്കി മത്സരിക്കുന്ന ആളെ പോലും ഇൻസ്പയർ ചെയ്യും. ഇപ്പം നാളെയെല്ലാം യോഗേശ്വർ ദത്ത്, നർസിംഗ് അങ്ങനത്തെ എല്ലാം ഇറങ്ങുന്നവർക്ക് പോലും ഇൻസ്പിറേഷൻ കൊടുക്കാൻ സിന്ധുക്ക് മാത്രം പറ്റിയത് അത് ഒരു ഗെയിം. അത് ഗോപിചന്ദിന്റെയും കൂടിയിട്ടാണ്. എന്താ പറയുക, ഗോപിചന്ദിനെ കഴിഞ്ഞ കൊല്ലം സൈന നെഹ്വാൾ വിട്ടു, വിമൽ കുമാറിന്റെ ഒപ്പം പോയി ജ്വാല ഗുട്ട ക്രിട്ടിസൈസ് ചെയ്തു ഗോപിചന്ദിനെ. പക്ഷെ ഗോപിചന്ദ് ഒന്നിനോടും ഒരു ക്രിറ്റിസിസത്തിനോട് ഒന്നും കോച്ചായി നിന്ന് സാധാരണ നമ്മളെ സാധാ കോച്ചുമാരെ പോലെ സ്ട്രീറ്റ് ഇതൊന്നും ആക്കാണ്ട് കൂളായിട്ട് സിന്ധുവിന്റെ അടുക്കേന്ന് ഇനിയും കൂടുതൽ വരാൻ കൺസിസ്റ്റന്റ് നമ്പർ 1 ആവുന്നാണ് ഗോപിചന്ദിന്റെ ഒരു ഇത്. സൈനയെക്കാട്ടും ടാലന്റ് ഉണ്ട് എന്ന് പറയുന്നതും 2 ഈഗോ ക്ലാഷ് ആയതുകൊണ്ടാന്ന് തോന്നുന്നു സൈന ഈ വിമൽ കുമാറിന്റെ ക്യാമ്പിലേക്ക് പോയത് എന്നാണ് തോന്നുന്നത്. അത് സിന്ധു ആണ് മോർ ഫോക്കസ് ദാൻ സൈന എന്നുള്ളതും. ഇപ്പോൾ ശ്രീ പന്നിൻ രവീന്ദ്രൻ കൂടി നമ്മോടൊപ്പം ടെലിഫോൺ ലൈനിൽ ചേർന്നുണ്ട്. ശ്രീ പന്നിൻ രവീന്ദ്രൻ, വളരെ വലിയൊരു സന്തോഷ വാർത്ത നമുക്ക് റിയോ ഡി ജനീറോയിൽ നിന്ന് ലഭിച്ചിരിക്കുന്നു. 10-11 ദിവസത്തെ നിരാശകൾക്കപ്പുറത്തേക്ക് ഇന്ത്യക്ക് ഇതാ ഒരു വെള്ളിത്തിളക്കം കൂടി, അതായത് സ്വർണ്ണ മെഡലിനുള്ള അവസരം ബാക്കി നിൽക്കുകയാണ് സിന്ധുവിന് മുന്നിൽ. എങ്ങനെ കാണുന്നു ഈ വലിയ വിജയത്തെ? ഏറെ ആഹ്ലാദമുണ്ട്. കാരണം നമ്മളിങ്ങനെ നിരാശരായി നമ്മളെ സ്ഥിതി എന്തായിരിക്കുമെന്നിങ്ങനെ ദുഃഖിച്ചിരിക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു പ്രത്യാശ ആയിട്ട് നമ്മളെ മുമ്പിൽ വന്നത്. സത്യം പറഞ്ഞാൽ വെള്ളി കിട്ടിയെന്ന് ഇപ്പൊ ഉറപ്പിക്കാം. സ്വർണം കിട്ടണം എന്നാണ് നമ്മുടെ മനസ്സൊക്കെ പറയുന്നത്. നമ്മൾ നേരത്തെ പ്രതീക്ഷിച്ചിരുന്നത് ഹോക്കിയായിരുന്നു, വലിയ പ്രതീക്ഷയായിരുന്നു. ക്വാർട്ടറിൽ നമ്മളൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാൻ മാത്രമേ കഴിയുന്നുള്ളൂ, രക്ഷപ്പെടാൻ കഴിയുന്നില്ല. മാത്രമല്ല ലോകം മുഴുവൻ നമ്മളെ കുറിച്ച് പരിഹാസമാണ്. ചൈനീസ് പത്രങ്ങളാണെങ്കിലും നിരന്തരമായ പരിഹാസമാണ്. നമ്മൾ 125 കോടി ജനങ്ങൾ പ്രതീക്ഷയോടെ നിൽക്കുന്ന ഒരു രാജ്യം, ആ രാജ്യത്തിന് പ്രതിനിധി പോയി ജയിച്ചു വരിക എന്ന് പറയുന്നത് നമ്മുടെയൊക്കെ മനസ്സിലുള്ള ഒരു സന്തോഷത്തിന് ചെറിയ കാര്യമാണ്. ആ സന്തോഷത്തിന് ഒരു ചെറിയ വകുപ്പുണ്ടാക്കിയ സിന്ധുവിനെ നമ്മുടെ മനസ്സിൽ എല്ലാവർക്കും കൂടി മനസ്സിൽ അവിടെ പിന്നാലെ നിൽക്കാം. ജയിക്കട്ടെ, ഒരു സ്വർണവുമായി വരട്ടെ എന്ന് നമുക്ക് അത്യാഗ്രഹമല്ലെങ്കിലും നമുക്ക് ആഗ്രഹിക്കാം. ഒരുപക്ഷെ അത് അർഹിക്കുന്ന നേട്ടം തന്നെയായിരിക്കും. കാരണം ഇന്നത്തെ മത്സരം കണ്ടു കഴിഞ്ഞാൽ അത്ര ആത്മവിശ്വാസത്തോടെയാണ് സിന്ധു ലോക 3-ാം നമ്പർ താരമായ തന്നെക്കാൾ 7 റാങ്കിങ്ങിന് മുന്നിൽ നിൽക്കുന്ന ഒക്കുഹയ്ക്കെതിരെ കളത്തിലിറങ്ങിയത്. കാരണം മികച്ച റാലികൾ, ഫോർഹാൻഡ് ഷോട്ടുകൾ, അങ്ങനെ സമഗ്രമായ ആധിപത്യം. ആ മത്സരത്തിന്റെ സ്കോർ നില സൂചിപ്പിക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ കഴിയുമല്ലോ ശ്രീ പന്നിൻ രവീന്ദ്രൻ, ഇന്നത്തെ സിന്ധുവിന്റെ ഒരു ആധിപത്യം. അല്ല, അവള് ഗ്രൗണ്ടിൽ ആധിപത്യം പുലർത്തിയെന്ന് മാത്രമല്ല, കളിക്കളത്തിലെ വീര്യം, പിന്നെ പതറിച്ചില്ലായ്മ, അതാണല്ലോ ഒരു കളിക്കാരന് വേണ്ട ഏറ്റവും പ്രധാനം. ഇവള് അത് ശരിക്കും പ്രകടിപ്പിച്ചു എന്നുള്ളതാണ് കാര്യം. അതാണ് വിജയത്തിന് ആത്മവിശ്വാസം നമുക്ക് നൽകുന്നത്. നമുക്ക് പ്രതീക്ഷ ഉണ്ടാവുന്ന ജയിക്കണം എന്ന് തോന്നല് മാത്രമല്ല, ആര് വന്നാലും നിൽക്കണം, ഞാൻ ജയിക്കും എന്നൊരു ബോധം ആദ്യം മനസ്സിനെ വലയം ചെയ്യണം. അങ്ങനെയുള്ളൊരു കളിയാണ് നമ്മുടെ മുമ്പിൽ കാഴ്ചവെച്ചത്. അതുകൊണ്ട് ഫൈനൽ അനായാസമല്ല, കടുത്ത മത്സരമാണ്. ആ മത്സരത്തിൽ ജയിച്ചു വരുമെന്നാണ്. ശ്രീ പന്നിൻ, ഒരു നിമിഷം തുടരുക, ഞങ്ങളുടെ കൂടെ ദയവായി തുടരണം. കാരണം ഇപ്പോൾ സിന്ധുവിന്റെ അച്ഛനും അമ്മയും അവിടെ മാധ്യമങ്ങളെ ഹൈദരാബാദിൽ കാണുന്നുണ്ട്. അതിന്റെ തത്സമയ ദൃശ്യങ്ങളൊന്ന് കണ്ടതിന് ശേഷം വളരെ വേഗത്തിൽ വരാം. But about badminton, the ex-Olympian Lakshmi will speak.
ఫస్ట్ సెట్లో కొంచెం స్ట్రెస్ ఫీల్ అయ్యాము. మీరు చూసినట్టే అందరూ చూశారు, మీరు కెమెరాస్ కూడా తీసుకున్నారు, మేము అబ్జర్వ్ చేసాం. సో even before the match began, Sindhu's mom said she's going to meet Carolina Marin in the finals. I am so confident that today she'll win. So बीच में समय ऐसा आया कि आप उठ के जाने लगे, आपको लगा क्या ऐसा हुआ कि आप उठ के जाने लगी मैच को? कुछ नहीं हुआ. तो ऐसा मोमेंट आया जिस समय लगा कि कुछ चीजें जो है हाँ अब मैच हमारे कंट्रोल में है. वो पॉइंट कब था जब लगा कि हाँ अब कंट्रोल वो जब 13-14 पे आ गई थी, 14-10, 15-10, तो हम थोड़ा कॉन्फिडेंस हो गए थे कि वो आ जाएगी. Actually, all through the match, Sindhu was dominating, isn't it? Even whether the first game or the second game. Second game went neck and neck, but more or less she was dominating the entire. Yeah, that was good sign. And what Gopi's wish was to shout and play. That's what she has done there. And మీరు నిన్న ఈ మధ్యన మాట్లాడారు ఏ విధమైన సందేశాన్ని Sindhu నేను ఎక్కువ మాట్లాడలేదండి, బాగా ఆడమ్మా అని చెప్పాము అంతవరకు. ఎక్కువ మాకు టైం దొరకలేదు. गोल्ड और सिल्वर गोल्ड इंडिया को गोल्ड चाहिए, फाइनल होने वाला है. क्या आपको लगता है कि क्या मेन फोकस होना चाहिए ये मैं सिंधु को, और अब उसके लिए क्या ऐसी दुआ करेंगे या क्या ऐसा सोच रहे हैं कि वो फाइनल गोल्ड लेकर आए? तो मेहनत कर रहे हैं दोनों, गुरु शिष्य दोनों मेहनत कर रहे हैं. तो अभी देखा जाएगा. कल इस तरह अगर खेली है तो सिंधु जरूर मेरा ख्याल से स्वर्ण पदक ले आएगी. Like he went through and rigorous training, of course, all these players had gone through. But as a coach, if you can just describe to us, you both, like what Gopi Chand sir also went through all these months. No, we are not the right persons to tell all these things. These are the persons and the coach. Players have to tell. They have. I would request for these opinions. You know, you ask the youngsters, players who are also practiced during. I mean, they were here practice sessions. I think they can give you better this. Yes. తప్పకుండా తీసుకొస్తుందని మేము ఆశిస్తున్నాం. All of us are wishing for that. Yes, she will. ఈ విజయం ఇంకా ఎట్లా ఏ విధంగా ఉండబోతుంది? సింధు లాగా ఇంకా చాలా మంది అకాడమీ నుంచి బాగా ఆడి ఇంటర్నేషనల్ లెవెల్లో మంచి పథకాలు తీసుకొస్తున్నారని మేము అనుకుంటున్నాం. ఇప్పుడు మున్ముందు ఏ రకంగా సింధును ప్రోత్సహించాలని మీరు భావిస్తున్నారు? మున్ముందు ఏ రకంగా ప్రోత్సహించాలని క్రీడా రంగంలో భావిస్తున్నారు? సింధు మీకు తెలియదేమో చిన్నప్పటి నుంచి ఇక్కడ ఆడుతుంది. సో ఆమె మాకన్నా ఎక్కువ గ్రౌండ్ మీదే ప్రేమ. ശ്രീ പന്നിൻ രവീന്ദ്രൻ, താങ്കൾ ലൈനിലുണ്ടോ? അദ്ദേഹവുമായുള്ള ടെലിഫോൺ ബന്ധത്തിൽ തകരാറ് സംഭവിച്ചിരിക്കുന്നതായാലും വലിയ നേട്ടത്തിലേക്ക് PV സിന്ധു ഇന്ത്യയെ എടുത്തുയർത്തിയിരിക്കുന്നു. ഒളിമ്പിക്സ് ബാഡ്മിന്റൺ സിംഗിൾസിൽ വെള്ളി മെഡൽ ഉറപ്പിച്ചുകൊണ്ട് സിന്ധുവിന്റെ മുന്നേറ്റം. ഇനി സ്വർണ്ണ മെഡലിനുള്ള മത്സരം സിന്ധുവിന് മുന്നിൽ ബാക്കി നിൽക്കുന്നു. കരോലിനിയാണ് സിന്ധുവിന് നേരിടാനുള്ളത്. ഫൈനൽ മത്സരത്തിൽ സ്പാനിഷ് താരമാണ്, സിന്ധുവിനേക്കാൾ റാങ്കിങ്ങിൽ മുന്നിൽ നിൽക്കുന്ന താരമാണ്. പക്ഷേ ഇന്നത്തെ മത്സരം കണ്ടവരാരും ഒരു പക്ഷേ സിന്ധുവിനെ ഇനി ഒരു ദുർബലമായ എതിരാളിയായിട്ട് കാണാൻ സാധ്യതയില്ല. കാരണം അത്ര ആധിപത്യത്തോടെയായിരുന്നു സിന്ധുവിന്റെ ഇന്നത്തെ മത്സരം. 21-19 ആദ്യ സെറ്റ് സ്വന്തമാക്കുന്നു. രണ്ടാം സെറ്റ് വളരെ ആധിപത്യത്തോടെ 21-10 നേടി മുന്നേറുന്ന സിന്ധു ആദ്യ ചില സമയങ്ങളിൽ, അതായത് ഇടയ്ക്ക് ചില സമയങ്ങളിൽ ചെറിയ ചില പിഴവുകൾ സിന്ധുവിന്റെ ഭാഗത്തു നിന്ന് സംഭവിച്ചിരുന്നുവെങ്കിൽ പോലും ഒരു ഘട്ടത്തിലും ലീഡ് വിട്ടുകൊടുക്കാതെയുള്ള സിന്ധുവിന്റെ മുന്നേറ്റമാണ് ഈ അനായാസ ജയത്തിലേക്ക് സിന്ധുവിനെ എത്തിച്ചത്. ജപ്പാന്റെ നൊസോവി ഒക്കുഹ ലോക 3-ാം നമ്പർ താരമാണ്. അവരെയാണ് സിന്ധു അനായാസം മറികടന്നിരിക്കുന്നത്. വെറും 2 സെറ്റുകൾക്ക് 3 ഗെയിമുകളാണ് ഒരു മത്സരത്തിലുള്ളത്. അതിൽ 2 ഗെയിം മാത്രമേ ഇവിടെ കളിക്കേണ്ട ആവശ്യം വന്നുള്ളൂ. 2 ഗെയിമിന് മത്സരം സ്വന്തമാക്കിക്കൊണ്ട് സിന്ധു ഏകപക്ഷീയമായി വളരെ ആധിപത്യത്തോടെ ഫൈനലിലേക്ക് മുന്നേറുന്ന ഒരു കാഴ്ച ഒരുപക്ഷെ കഴിഞ്ഞ 10 ദിവസങ്ങളിൽ നമുക്ക് അനുഭവിക്കേണ്ടി വന്ന നിരാശകൾക്കെല്ലാം വിട നൽകിക്കൊണ്ടാണ് ഇന്ന് സിന്ധുവും രാവിലെ സാക്ഷിയുമൊക്കെ മെഡൽ പട്ടികയിലേക്ക് ഇന്ത്യയെ എടുത്തുയർത്തുന്ന വളരെ അഭിമാനകരമായ കാഴ്ചകൾ. റിയോയിൽ നിന്നും 125 കോടി വരുന്ന ഇന്ത്യൻ ജനതയ്ക്ക്, ഓരോ കായിക പ്രേമിക്ക് അപ്പുറത്തേക്ക് രാജ്യത്തിന്റെ തന്നെ മുഴുവൻ യശസ്സോടെ ഉയർത്തിക്കൊണ്ടാണ് സിന്ധുവിനെ പോലുള്ള താരങ്ങൾ മുന്നേറുന്നത്. എന്നും സൈന നെഹ്വാളിന്റെ നിഴലിൽ മറയാൻ വിധിക്കപ്പെട്ട ഒരു താരമായിരുന്നു PV സിന്ധു. മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെച്ചെങ്കിൽ പോലും സൈന എന്ന സൂപ്പർ സ്റ്റാറിന്റെ നിഴലിലായിരുന്നു സിന്ധുവിന്റെ ജീവിതം. പക്ഷേ റിയോയിൽ ആദ്യ റൗണ്ടിൽ സൈന പുറത്തായതോടെ PV സിന്ധു എന്ന താരം അപ്രതീക്ഷിത
അപ്രതീക്ഷിതമായി ഉദിച്ചുയരുന്ന ഒരു കാഴ്ച. ക്വാർട്ടറിൽ ലോക 2ാം നമ്പർ താരത്തെ വാങ് ഹിയാനെ മറികടക്കുന്നു. സെമിയിൽ ലോക 3ാം നമ്പർ താരത്തെ മറികടക്കുന്നു. അങ്ങനെ ചരിത്രം കുറിച്ചുകൊണ്ടുള്ള നേട്ടത്തിന് അരികെ നിൽക്കുകയാണ്. ഇനി ഒരു മത്സരത്തിനപ്പുറം സ്വർണമെന്ന അപൂർവം നേട്ടം പി വി സിന്ധുവിന് മുന്നിൽ. ബാഡ്മിന്റൺ സിംഗിൾസിൽ മെഡൽ നേടുന്ന 2ാമത്തെ താരം. കഴിഞ്ഞ തവണ വെങ്കല മെഡൽ നേടിയിരുന്നു സൈന നെഹ്വാൾ ലണ്ടനിൽ. ഇത്തവണ അതിൽ ഒരു പടി കടന്ന് വെള്ളിയിലേക്ക്. ഇനി സ്വർണം മുന്നിൽ നിൽക്കുന്നു സിന്ധുവിന് മുന്നിൽ. വലിയ ചരിത്ര നേട്ടങ്ങൾക്ക് അരികെ നിൽക്കുന്നു ഹൈദരാബാദിൽ നിന്നുള്ള ഈ പെൺകുട്ടി. മൊത്തം രാജ്യം ഒന്നടങ്കം സന്തോഷത്തിൽ നിൽക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. വലിയ സന്തോഷമാണ് സിന്ധുവിന്റെ വീട്ടിൽ നിന്ന് സിന്ധുവിന്റെ അച്ഛനും അമ്മയും ഒക്കെ പ്രകടിപ്പിച്ചത്. ആ സന്തോഷത്തിൽ രാജ്യം ഒന്നടങ്കം പങ്കുചേരുകയാണ്. റിയോ ഡി ജനീറോയിൽ നിന്നും വലിയ സന്തോഷ വാർത്തകൾ വരുന്നു. അനായാസം ജയിച്ചു കയറിക്കൊണ്ട് സിന്ധു 21-19, 21-10 എന്ന രീതിയിൽ 2 ഗെയിമുകൾക്ക് മത്സരം സ്വന്തമാക്കിക്കൊണ്ട് സിന്ധുവിന്റെ മുന്നേറ്റം. ജപ്പാന്റെ നൊസോവി ഒക്കുഹയെ അനായാസം മറികടന്ന് സിന്ധു ഫൈനലിലേക്ക് മുന്നേറുമ്പോൾ സ്വർണത്തിലുള്ള മത്സരം, കരോളിനുമായിട്ടുള്ള മത്സരം ഇന്ത്യക്ക് ബാക്കി നിൽക്കുന്നു, സിന്ധുവിന് ബാക്കി നിൽക്കുന്നു. ഒരു പക്ഷേ ചരിത്രം സിന്ധുവിന്റെ മുന്നിൽ നിൽക്കുകയാണ്. വഴിമാറാൻ തയ്യാറെടുത്തുകൊണ്ട് ആ മത്സരത്തിൽ ജയിച്ചാൽ സ്വർണം എന്ന അപൂർവ നേട്ടത്തിലേക്ക് എല്ലാ നിരാശകളും നമുക്ക് കഴുകിക്കളയാം. അത്തരത്തിൽ വലിയ നേട്ടത്തിനരികിലേക്ക് പി വി സിന്ധു എന്ന പെൺകുട്ടി, എന്ന ഹൈദരാബാദുകാരി പെൺകുട്ടി ഇന്ത്യയെ എത്തിച്ചിരിക്കുന്നു. സിന്ധു കരോളിൻ മാരിൻ ഫൈനലാണ് ഒളിമ്പിക് ബാഡ്മിന്റൺ ഫൈനൽ സിംഗിൾസിൽ നടക്കാൻ പോകുന്നത്. ആ ഫൈനൽ മത്സരത്തിൽ ഒരു മത്സരത്തിനപ്പുറം 3 ഗെയിമുകൾക്കപ്പുറം സ്വർണ്ണ മെഡൽ എന്ന ചരിത്ര നേട്ടമാണ് കാത്തിരിക്കുന്നത്. ആര് ജയിച്ചാലും ഒരു പക്ഷേ ഈ വെള്ളി മെഡൽ ഇപ്പോൾ തന്നെ ഏകദേശം വെള്ളി മെഡൽ സിന്ധു ഇപ്പോൾ തന്നെ ഉറപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് മെഡൽ പട്ടികയിൽ ഇന്ത്യ ഒരു പടി കൂടി ഉയർന്നിരിക്കുന്നു. പക്ഷേ ആ വെള്ളിക്കപ്പുറത്തേക്ക് സ്വർണം തന്നെ രാജ്യം ഈ കൊലുന്ന പൊക്കമുള്ള ഈ പെൺകുട്ടിയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു. ആ ഉയരം തന്നെയായിരുന്നു സിന്ധു ഇന്ന് പ്രധാനമായും ജാപ്പനീസ് താരത്തിനെതിരെ ആയുധമാക്കിയത്. പ്രത്യേകിച്ചും ലോങ് ഷോട്ടുകൾ, റാലി അടക്കമുള്ള ഫോർഹാൻഡ് ഷോട്ടുകളൊക്കെ സിന്ധു വളരെ ആധിപത്യത്തോടെ പ്രകടിപ്പിക്കുന്ന കാഴ്ച. ഏതായാലും റിയോ ഡി ജനീറോയിൽ നിന്ന് സന്തോഷം വീണ്ടും വരുന്നു. റിയോ ഡി ജനീറോയിൽ നിന്നും സന്തോഷ വാർത്തയുമായി പി വി സിന്ധു ഒളിമ്പിക് ബാഡ്മിന്റൺ സിംഗിൾസ് ഫൈനലിലേക്ക് മുന്നേറിയിരിക്കുന്നു. വെള്ളി മെഡൽ നിലവിൽ ഉറപ്പിച്ചിരിക്കുന്നു. സ്വർണത്തിനുള്ള മത്സരം ബാക്കി നിൽക്കുന്നു. കരോളിനാണ് സിന്ധുവിന്റെ എതിരാളി. സ്പാനിഷ് താരം കരോളിനുമായിട്ടുള്ള മത്സരമാണ് സിന്ധുവിന് ഇനി ബാക്കി നിൽക്കുന്നത്. സെമിയിൽ തോൽപ്പിച്ചത് ലോക 3ാം നമ്പർ താരം ജപ്പാന്റെ നൊസോവി ഒക്കുഹയെ നേരിട്ടുള്ള ഗെയിമുകൾക്ക് മറികടന്നിരിക്കുന്നു. വളരെ ആധിപത്യത്തോടെ, സമഗ്രമായ ആധിപത്യത്തോടെ മറികടന്നിരിക്കുന്നു. ആദ്യ ഗെയിം 21-19, 2ാം ഗെയിം 21-10 എന്ന നിലയിൽ സമ്പൂർണ്ണ ആധിപത്യം സിന്ധുവിന്റെ മത്സരത്തിൽ കാണാൻ കഴിഞ്ഞു. സിന്ധുവിന്റെ ട്രേഡ് മാർക്ക് ഷോട്ടുകളെല്ലാം സിന്ധു പുറത്തെടുത്ത് കളിച്ച മത്സരം. ഒരുപക്ഷെ യാതൊരു സമ്മർദ്ദങ്ങളും സിന്ധുവിന് ഈ മത്സരത്തിൽ അലട്ടിയിരുന്നില്ല എന്ന് തന്നെ പറയാം. 125 കോടിയുടെ പ്രതീക്ഷകൾ അതേപടി നിറവേറ്റിക്കൊണ്ട് ആ പ്രതീക്ഷകൾ ഒരു ഭാരമാകാതെ അതിനെ ഒരു വലിയ ഒരു അനുഗ്രഹമായി കരുതിക്കൊണ്ടുള്ള സിന്ധുവിന്റെ പ്രകടനം തന്നെയാണ് ഈ മത്സരത്തിൽ മുന്നേറാൻ സിന്ധുവിനെ സഹായിച്ചതെന്ന് നിസ്സംശയം നമുക്ക് പറയാൻ കഴിയും. കാരണം റാങ്കിങ്ങിലും ടെക്നിക്കലും സിന്ധുവിനേക്കാൾ ഒരുപടി മുന്നിൽ നിൽക്കുന്ന താരമായിരുന്നു ജാപ്പനീസ് താരം. പക്ഷേ അതൊന്നും കളത്തിൽ കാണാൻ കഴിഞ്ഞില്ല. വളരെ കൃത്യമായിട്ടുള്ള രീതിയിലുള്ള സിന്ധുവിന്റെ മത്സരത്തിന് മുന്നിൽ ജാപ്പനീസ് താരത്തിന് മറുപടിയില്ലായിരുന്നു. മത്സരത്തിലെ ആദ്യ ഗെയിമിലെ ആദ്യ പോയിന്റ് നേടിക്കൊണ്ട് ജാപ്പനീസ് താരമാണ് കളി തുടങ്ങിയത്. പക്ഷേ എന്നാൽ പിന്നീട് ഒരിക്കൽ പോലും ആ ഒരു താരത്തിന് ഒക്കുഹയ്ക്ക് ചിത്രത്തിൽ ഇടം കാണാൻ കഴിഞ്ഞില്ല. ആദ്യ ഗെയിമിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം നടന്നു. പക്ഷേ ഒരിക്കൽ പോലും പോയിന്റിലെ ലീഡ് സിന്ധു കൈവിട്ടിരുന്നില്ല. ഒരു 2 പോയിന്റിന്റെ ലീഡ് എല്ലാ ഘട്ടത്തിലും സിന്ധു കാത്തു സൂക്ഷിക്കുന്നുണ്ടായിരുന്നു. 2ാം ഗെയിമിലേക്ക് വന്നപ്പോഴേക്കും കളി മാറി. ആദ്യം 5 പോയിന്റിന്റെ ലീഡിലേക്ക് ജാപ്പനീസ് താരം വരുന്നു. ഒരു പക്ഷേ മത്സരം 3ാം ഗെയിമിലേക്ക് നീളാനുള്ള സാധ്യതകളൊക്കെ അവിടെ കളി കണ്ടുകൊണ്ടിരുന്ന എല്ലാവരും കണ്ടതാണ്. പക്ഷേ അതിനുശേഷം സിന്ധുവിന്റെ സമഗ്രമായ ആധിപത്യം നമുക്ക് കാണാൻ കഴിഞ്ഞത്. ദേവദാസ് ചേരുന്നുണ്ട് ഒരിക്കൽ കൂടി. ശ്രീ ദേവദാസ്, ആദ്യ ഗെയിം 21-19 നേടുന്നു. അവിടെ മാത്രമാണ് ഒരു ഇഞ്ചോടിഞ്ച് പോരാട്ടം നമുക്ക് കാണാൻ കഴിഞ്ഞത്. 2ാം ഗെയിമിലേക്ക് വരുമ്പോൾ തുടക്കത്തിൽ ജാപ്പനീസ് താരം ഒന്ന് മുന്നേറി. പക്ഷേ പിന്നെ സിന്ധുവിന്റെ അവിശ്വസനീയമായ ഒരു തിരിച്ചുവരവായിരുന്നു കാണാൻ കഴിഞ്ഞത്. കളത്തിലെ അവരുടെ കോൺഫിഡൻസിനെ 125 കോടിയുടെ പ്രതീക്ഷകൾ സമ്മർദ്ദമായി മുന്നിൽ നിൽക്കുമ്പോഴാണ് വളരെ അനായാസമായുള്ള ഈ മത്സരം. ആ കോൺഫിഡൻസിനെ എങ്ങനെ വിലയിരുത്താൻ കഴിയും? മനു, ഇന്നലെ ഗോപിചന്ദ് നമ്പർ 2 സീഡിനെ തോപ്പിച്ചപ്പോൾ ഇന്നലെ പറഞ്ഞത് എന്താ പറയാ, സെക്കൻഡ് ഗെയിമില് അതിൽ 22-20, 21-19 ആണ് ജയിച്ചത്. അതില് സിന്ധു ലീഡ് ചെയ്യുന്ന 17-11 ലീഡ് ചെയ്യുമ്പോൾ ഒരു 6 പോയിന്റ് സിന്ധു എന്ത് ചെയ്ത് ഇങ്ങനെ സ്ക്വാണ്ടർ ചെയ്തിട്ട് കൊടുത്തിന് ഇന്നലെ ജയിച്ച ഗെയിമിൽ. അപ്പേ ഗോപിചന്ദ് പറഞ്ഞു ഇങ്ങനത്തെ ചെറിയ ചെറിയ മിസ്റ്റേക്സിന്റെ ഇതുണ്ട്, അത് തിരുത്തി ഞങ്ങൾ എന്തായാലും സെമി ഫൈനലിൽ വരുന്നതിന്റെ നിയർ പെർഫെക്റ്റ് ഗെയിം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് 10 പോയിന്റ് വരെ ഏകദേശം ഒരു ഈക്വൽ സെക്കൻഡ് ഗെയിം പോയത് ഇന്ന് ജാപ്പനീസ് ആയിട്ട്. പക്ഷേ 10ന് ശേഷം കൺസിക്യൂട്ടീവ് 11 പോയിന്റ് എടുക്കുക ഒരു ഒളിമ്പിക് സെമി ഫൈനൽ എന്ന് പറഞ്ഞാൽ നിയർ പെർഫെക്റ്റ് ഗെയിം എന്ന് പറഞ്ഞാൽ അത് അധികം ബാഡ്മിന്റണിൽ അങ്ങനെ കാണൂല. അതാണ് ഇവിടെ ഒന്നും കാണേണ്ടത്. മെഡൽ ഇന്ന് സിന്ധു ആദ്യമായിട്ടാണ് ഒരു വനിതാ ഒളിമ്പിക് ഇന്ത്യൻ ഒരു വനിതാ ഫൈനലിൽ എത്തിയത്. അതേപോലെ തന്നെയാണ് ഇന്ന് രാവിലെ സാക്ഷി ഇന്ന് ആദ്യത്തെ വനിതയാണ്
റെസ്ലിംഗിൽ ബ്രോൺസ് മെഡൽ നേടിയത്, ഒളിമ്പിക് മെഡൽ. അപ്പം രണ്ടിന്റെയും കോയിൻസിഡൻസ്. പക്ഷേ ഈ കോൺഫിഡൻസ് എന്ന് പറഞ്ഞാൽ അത് ആ അച്ഛൻ, നിങ്ങളിപ്പോ ആ റെക്കോർഡ് ചെയ്തതിൽ അച്ഛൻ പറഞ്ഞൊരു വേർഡ് കണ്ട, ഗോപി ചന്ദ് ഇന്നലെ പറയുന്നുണ്ട് ടു പ്ലേ അഗ്രസീവ്ലി ബൈ ഷൗട്ടിങ് എന്ന് പറഞ്ഞാൽ ഒച്ചയാക്കിയിട്ട്. സാധാരണ സിന്ധു ഒരു ബോർഗിനെ പോലെയാ, ഒന്നും അനങ്ങാണ്ട് ഇങ്ങനെ തണുത്ത കളി കളിക്കും, അപ്പോഴാണ് മറ്റൊരു അറ്റാക്ക് ചെയ്യുക. അപ്പൊ ആ അഗ്രസീവ്നെസ് വരുത്താൻ വേണ്ടിയിട്ടാ സിന്ധുവോട് ഓരോ പോയിന്റ് ജയിക്കുമ്പോൾ. അതായത് ദേവദാസ്, ആക്രമണം തന്നെയാണ് മികച്ച പ്രതിരോധം, ആ തന്ത്രമാണോ ഓതി കൊടുത്തത്? അതെ, അതുകൊണ്ടാണ് അത്. പക്ഷേ ഈ സിന്ധു ഒരു 21 ഇയർ ഓൾഡ്, ഈ സാധാരണ നമ്മളെ ഈ ആന്ധ്രയില് ഈ VVS ലക്ഷ്മണനെ എല്ലാം കണ്ടിട്ടില്ലേ, വളരെ കാമായിരിക്കും അവർ. ഈ ബഹളം അധികം ഉണ്ടാവില്ല, ഈ സൈന്യം എല്ലാം ആയാല്. അതുകൊണ്ടാണ് അവരോട് പറഞ്ഞ ഈ ഒരു ലെവലിൽ എത്തുമ്പം നിങ്ങൾ ഒരു അഗ്രസീവ് ആയിട്ടില്ലെങ്കിൽ ഈ ചൈനീസ് ജാപ്പനീസ് എല്ലാം എല്ലാ ടെക്നിക്സും ഉപയോഗിക്കും അവര്. അതുകൊണ്ടാണ് ഓരോ പോയിന്റ് ജയിക്കുമ്പോൾ അവളോട് പമ്പ് ചെയ്യാൻ പറയുന്നത്. അതുകൊണ്ടാണ് ഇതുവരെ സിന്ധുവിനെ വേൾഡ് ചാമ്പ്യൻഷിപ്പിൽ ബ്രോൺസ് മെഡൽ നേടുന്ന നാട്ടില് ഒന്നും അനങ്ങാണ്ട് ഇങ്ങനെ എടുക്കും, ജയിച്ചാലും വലിയൊരു കാമായിട്ട് നിൽക്കും. അതല്ല, ഇത് ഓരോ പോയിന്റിലും പമ്പ് ചെയ്തു, ഷൗട്ട് ചെയ്തു. അതുകൊണ്ടാണ് അച്ഛൻ പറയുന്നത്, ഇന്നലെ കോച്ച് പറഞ്ഞിരുന്നു ഷൗട്ട് ചെയ്തിട്ട് കളിക്കാൻ. അപ്പോൾ ഷൗട്ട് ചെയ്യുമ്പം അവളെ ആ എഗ്രസീവ്നെസ്സിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ കംപ്ലീറ്റ് അഗ്രസീവ് അറ്റാക്ക് ഇസ് ദ ബെസ്റ്റ് ഫോം ഓഫ് ഡിഫൻസ് തന്നെ മനൂപ്പം പറഞ്ഞു തന്നെ ശരി. അതുകൊണ്ടാണ് നാളെ ഈ കരോളിൻ മറൈനായിട്ട് കളിക്കുമ്പോൾ ഉള്ളത് ഇതന്നെയാ വേണ്ടേ. ഫസ്റ്റ് സെറ്റ് എന്തായാലും ഓൾ ഔട്ട് അറ്റാക്ക് തന്നെ പോകണം. എന്താ പറയുക, ഈ കരോളിൻ മറൈൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര ടാക്ടിക്കൽ ഗെയിമിസ്റ്റാണ്. ഇവളെ അറ്റാക്ക് സിന്ധു അറ്റാക്ക് ചെയ്യുമ്പം അത് സ്ലോ ഡൗൺ ചെയ്ത് പിന്നെ അറ്റാക്ക് ചെയ്യുന്ന ഒരു ഗെയിം പ്ലാനാ ഈ മറിന്റെ എന്ന് പറഞ്ഞാൽ നിയോ പെർഫെക്റ്റ് ഗെയിമുമാണ്. അതുകൊണ്ട് മറീന ഈ ഉള്ള ആപ്പിൾ കാർട്ട് തകർക്കാൻ തന്നെ ആയിരിക്കണം ഫസ്റ്റ് സെറ്റ്. പോയാലും സാരമില്ല, ഓൾ ഔട്ട് അറ്റാക്കിൽ പോയി ആ ഫസ്റ്റ് സെറ്റ് എടുത്താൽ സിന്ധു ഈ ഒളിമ്പിക് മെഡൽ നേടുമെന്നുള്ള കാര്യം ഉറപ്പാണ്. ഗോപി ചന്ദ് ടാക്ടിക്സ് മാറ്റിയിരിക്കുന്നു. ഒളിമ്പിക്സ് ഈ ഒളിമ്പിക്സിന് വേണ്ടിയിട്ട് സിന്ധുവിനെ ഒരു ഈ ടാക്ടിക്കിന്റെ ഭാഗമായിട്ട് അറ്റാക്കിംഗ് ഇതിലേക്ക് പോവാൻ ഇനി പറഞ്ഞു. ഇനി ഈ ഡിഫൻസ് സിന്ധു അല്ലെങ്കിലും നിങ്ങൾ നോക്കിക്കോ, ഒരു ഗെയിം ഒന്ന് ഷട്ടിൽ ഒന്ന് ഉയർന്ന് ഇത് വരുമ്പോൾ ബാക്ക് സൈഡിലേക്ക് 2 ഗെയിം കളിച്ച ശേഷം മാത്രമേ സ്മാഷ് ചെയ്യുള്ളൂ. പക്ഷെ ഇന്ന് ഈ ഫസ്റ്റ് ഗെയിമിൽ തന്നെ കണ്ടതല്ലേ, ഫസ്റ്റ് ഹാൻഡ് ഷോട്ട്സിൽ തന്നെ അറ്റാക്ക് ചെയ്തിട്ട് അതിനെ തകർക്കാനാണ് ശ്രമിച്ചത്. ഫസ്റ്റ് ഹാൻഡ് തന്നെ സ്മാഷ്, അതായത് ഡീപ് സ്മാഷ്, അതാണ്. അപ്പൊ സിന്ധു സാധാരണ കുറച്ചൊരു 5-6 റാലീസ് കഴിഞ്ഞിട്ടുള്ള ഗെയിമിലേ ഇത് വരുള്ളൂ. പക്ഷെ സിന്ധുവിന്റെ ഹൈറ്റ് 5'10" ആരുമില്ല. ഇന്ന് ഷട്ടിലിൽ കളിക്കുന്ന ഏറ്റവും ഹൈറ്റുള്ള താരമാണ്. പക്ഷേ ഈ മാറിൻ ലെഫ്റ്റ് ഹാൻഡ് ഇതാണ്, മാറിന്റെ ആ ഒരു ആംഗിൾസ് വേറെതാണ്. അത് അവിടെയാണ് ഈ മാറിന്റെ ഒരു ഇതിലേക്ക് അത് സിന്ധു വളരെ നോക്കണം. പക്ഷേ ഓൾ ഇംഗ്ലണ്ട് ചാമ്പ്യനായ ഗോപി ചന്ദ് ഉണ്ട് ബാക്കിൽ, മറ്റേ അതിന്റെ ഫോറിൻ കോച്ച് ഉണ്ട് ബാക്കിൽ. അതുകൊണ്ട് സിന്ധു ഈസ് ദ ഹോട്ട് ഫേവറേറ്റ് എന്നാണ് എന്റെ ഒരു ഇതിലുള്ള. തീർച്ചയായിട്ടും ശ്രീ ദേവദാസ്, ഒരു പക്ഷേ സൈന നെഹ്വാൾ എന്ന സൂപ്പർ താരത്തിന്റെ ആ പ്രഭയ്ക്ക് മുന്നിൽ ആ നിഴലിൽ ഒതുങ്ങി നിൽക്കുകയായിരുന്നു ഇതുവരെ PV സിന്ധു എന്ന താരം. ഇനി സൈനയ്ക്കും കൂടി അപ്പുറത്തേക്ക് PV സിന്ധു ഒരു ഐക്കണായി മാറുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയുമോ? അത് ഞങ്ങളെ ഈ മീഡിയ ഒന്നാക്കിയത് എന്താ പറയാ, ഈ സിന്ധു ആണ് ഫസ്റ്റ് വേൾഡില് ബ്രോൺസ് മെഡൽ നേടിയ വേൾഡ് ചാമ്പ്യൻഷിപ്പിൽ, സൈനയല്ല. പക്ഷേ സൈന കൺസിസ്റ്റന്റ് ഇൻ ഗ്രാൻഡ് പ്രീയില് കൺസിസ്റ്റന്റുമായി സൈന ആദ്യം വന്ന ഒരു ഇത്, പിന്നെ ഒരു മീഡിയന്റെ ഒരു ഇതും ഉള്ളപ്പം ഇവളെപ്പോഴും ഈ സിന്ധു എപ്പോഴും ഒരു സെക്കൻഡ് ഹാൻഡ് ഇതിലും ആയിപ്പോയി. പിന്നെ ഇവരെ ഒരു നേച്ചറിൽ ഈ സിന്ധുവിന്റെ നേച്ചർ എപ്പോഴും ഒരു ഒതുങ്ങിയിട്ടുള്ള നേച്ചർ. അങ്ങനെ ഈ ഫോർവേഡിൽ വന്ന് അല്ലെങ്കിൽ ഒരു പരസ്യത്തിൽ വന്ന് ഞാനൊരു ചാമ്പ്യനാ, ഞാൻ സൈനയായിട്ട്. പക്ഷേ സൈനക്ക് ആ ഇതുണ്ട്, ആ ഈഗോ ആണ്. ഇവർ രണ്ടും ഗോപിചന്ദിന്റെ സ്റ്റേബിൾസ് എന്ന് വന്നെയാ. ഈ ഗോപിചന്ദ് ഒരു ഹാർഡ് ഹീറ്റിംഗ് ഒരു എത്തിക്സ് എല്ലാം ഉള്ള ഒരു വളരെ ടഫ് കോച്ച്. അപ്പൊ ഇവർക്ക് ഒരു സൂപ്പർ സ്റ്റാർഡം വന്നപ്പോ ഇവർക്ക് ഈ ഈഗോ പിടിക്കുന്നില്ല. അപ്പോ സൈനക്ക് തോന്നി സിന്ധുവിനെയാണ് മോർ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് എന്നുള്ള ഒരു ഇത് വന്നപ്പോഴാണ് എനിക്ക് ഡിഫറൻസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് വിമൽ കുമാറിന്റെ അടുത്ത് പോയി. അത് വേറെ ഒരു കാര്യം, അത് ഒരു പ്രൊഫഷണൽസിന്റെ കാര്യം. അത് ഞങ്ങൾ ഈ ജ്വാലാകുട്ടിയും അതന്നെ പറഞ്ഞു. അവർക്കെല്ലാം അവരുടേതായ സ്റ്റൈല് വേണ്ടപ്പം ഈ ഗോപിചന്ദ് ഒരു ട്രഡീഷണൽ ഒരു കോച്ചാണ്, പക്ഷെ ഒരു ഹാർഡ് ഹിറ്റിംഗ് കോച്ചുമാണ്. കണ്ടില്ലേ, ഇപ്പൊ ഒരു സിന്ധുവിനെ പോലത്തെ ഒരു കാമായി, ബോഗിനെ പോലത്തെ കാമായ ഒരു താരത്തെ ഈ ഒളിമ്പിക്സിൽ നിനക്ക് ഇനി നീ അഗ്രസീവായിട്ട് കളിച്ചിട്ടില്ലെങ്കിൽ സ്റ്റാഗ്നന്റ് ആയി പോവും. അത് മനസ്സിലാക്കി ടെക്നിക്ക് മാറ്റി. അത് കഴിഞ്ഞ 2 മാസം മുമ്പേ വരെ സിന്ധു കളിച്ചത് ഇതല്ല, ഈ അഗ്രസീവ്നെസ് അല്ല. ഒരു ഒളിമ്പിക്സിലാണ്
ടാക്ടിക്സും ടെക്നിക്സും മാറ്റിയിട്ട് ഒരു താരത്തിനെ കൊണ്ടുവന്ന് ആ കോൺഫിഡൻസ് കൊടുത്ത് ഇതുവരെ ഒച്ചയാക്കാത്ത സിന്ധു ഇപ്പം അലറുന്നു ഓരോ പോയിന്റിലും. അതാ അഗ്രസീവ്, അതന്നെയാണ് ഫൈനലിലും കളിക്കാൻ പോകുന്നത്. അതുകൊണ്ട് ഞാൻ വിചാരിക്കുന്നത് ആ അറ്റാക്കിംഗ് ഗെയിമിൽ സ്ട്രേറ്റ് സെറ്റിൽ തന്നെ കരൺ മെറിനെ അടിക്കണം. എന്താ പറയാ, തേർഡ് സെറ്റ് പോയാൽ മെറിൻ ഒരു ഭീകര പ്ലെയറാണ്. ഒരു 2 കൊല്ലത്തെ ഏറ്റവും കൺസിസ്റ്റന്റ് പ്ലെയർ. എന്താ പറയുക, ചൈനീസ്, കൊറിയൻ, ഈ ഇന്തോനേഷ്യ എല്ലാവരെയും ഇതാക്കിയത്. അത് ഈ ആ യൂറോപ്യൻ ഒരു സ്റ്റൈലും ഉണ്ട്. അത് ഈ അറ്റാക്കിങ്ങിനെ സ്ലോ ചെയ്യും. അതാണ് മെറിന്റെ ഒരു ടെക്നിക്ക്. എന്നിട്ട് പിന്നെ അറ്റാക്ക് ചെയ്തിട്ട് ജയിക്കുന്നത്. അതിനെ തോപ്പിക്കാനുള്ള ടെക്നിക്ക് എന്തായാലും ഗോപിചന്ദിന്റെ അടുത്തുണ്ട്. ഓൾ ഇംഗ്ലണ്ട് ചാമ്പ്യനായ ഗോപിചന്ദിന്റെ അടുത്ത് ടാക്ടിക്സും ടെക്നിക്സിനും ആരും പോണ്ട. പക്ഷേ ഈ സിന്ധു റെഡിയാണ്. അക്കോർഡിംഗ് ടു ദ കോച്ച് ഗെയിമാണ് മറ്റേ സിന്ധു കളിച്ചുകൊണ്ട് നിൽക്കുന്നത്. അതുകൊണ്ടാണ് സിന്ധു സെക്കൻഡ് ഗെയിമിൽ മറ്റേ ഈ ഇന്നലെ സെക്കൻഡ് സീഡായിട്ട് സിന്ധു കുറെ പതറി. അതാണ് 22-20, 21-19 ശരിക്ക് ക്രിയേറ്റ് ചെയ്തതാ. അത് പക്ഷേങ്കിൽ സാധാരണ സിന്ധു തോറ്റു പോകുന്ന ഗെയിംസാ അതല്ലോ. പക്ഷെ സിന്ധു ഇപ്പൊ മെന്റലി ടഫാണെന്ന് കണ്ടു. നമ്പർ 2നെ തോപ്പിച്ചു, നമ്പർ 3നെ തോപ്പിച്ചു. 3നെ സ്മാഷ് ചെയ്ത് തകർത്തു ഇന്ന്. 11 കൺസിക്യൂട്ടീവ് പോയിന്റ്. ഇനി അപ്പൊ ഫൈനലിൽ സിന്ധുവിന്റെ അടുത്ത് ഫുൾ കോൺഫിഡൻസ്. ഞാൻ വരാം.